ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ക്യാരറ്റ്, 2 മുട്ട, 1 കപ്പ് ഗോതമ്പപ്പൊടിയാണ് എടുത്തത്. ഗോതമ്പപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്താലും മതി. വെറും 5-6 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യം തന്നെ ക്യാരറ്റ് ഇതാ അതിന് മുകളിലെ തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തേക്ക് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലേ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ആയി കിട്ടണം കേട്ടോ. ഈ കബേജ് കരിനായിരി അതേപോലെ അരിഞ്ഞെടുത്താലും മതിയേ. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമ്മളെ കയ്യിൽ എന്തൊക്കെ നെക്സുകളുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായി. അതൊക്കെ ഇതാ ഈ ഒരു നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ എന്താ ഈ ഒരു നെയ്യിലിട്ടിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാനിതാ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച് ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് കാവാനും സാധ്യത ഉണ്ട്. അങ്ങനെ ഇതുപോലെ 2-3 മിനിറ്റ് നേരം അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്ന പണിയുള്ള. ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേന് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തേണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച് ഞാൻ 2 മുട്ടയും ഇതുപോലെ തീക്കങ്ങോട്ട് ഉടച്ച് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ച് ആ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1-2 ഏലക്കായും പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ 2-3 ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്നങ്ങോട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതിയെ. പിന്നെ ഈ നിങ്ങളെ കയ്യിൽ മുട്ട ഉണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി ഉടച്ച് വയ്ക്കട്ടെ. ഇല്ലെങ്കിൽ ആ ഗ്ലാസ്സിന് കീപ്പട്ടായിട്ട് പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഗോതമ്പ് പൊടി ഫുള്ളങ്ങോട്ട് നനയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചില്ല ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തതിന് അതിലേക്ക് കുറച്ച് നെയ്യാട്ടോ ഒഴിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ഓയിലായാലും മതി. ജസ്റ്റ് ഒന്നായിട്ട് ഇങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആക്കി വെച്ച് ആ ഒരു മിശ്രിതീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തട്ടിയെടുക്കുകയാണ് കേട്ടോ, ബബിൾസ് ഒന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ 2-3 സ്പൂണ് ക്യാരറ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് കേട്ടോ. അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് കാണാനൊക്കെ നല്ലൊരു മൊഞ്ചുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുറന്ന് നോക്കാൻ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു നെക്സുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. പക്ഷേ അതിൽ കാണാനൊക്കെ നല്ലൊരു മൊഞ്ച് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളെ കയ്യിൽ എന്തൊക്കെ നെക്സുകളുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബദം ഉണ്ടല്ലോ അത് ചെറുതാക്കി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതൊക്കെ കൂടി ഞാനിതിൻ്റെ ഓപ്ഷണലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഞാനിതാ ഒരു 10 മിനിറ്റും കൂടി ഇതൊന്നിട്ട് അടച്ച് വെക്കുന്നുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നതിന് ശേഷം എനിക്ക് അടിയൊന്ന് നെരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ 5 മിനിറ്റും കൂടി ഇതുപോലെ ഇങ്ങോട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അടി നല്ല നെരിച്ചിൽ, അതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്ക് വേവിച്ചെടുക്കാൻ.
അങ്ങനെ ഇതാ കണ്ടില്ലേ നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിന്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.